നമസ്കാരം. അങ്ങനെ ദ കിങ് ഈസ് ബാക്ക്. വിരാട് കോഹ്ലി അണ്ണാ കുറെ കാലമായി. അങ്ങനെ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചുകൊണ്ട്, അതും പെർത്തിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നറിയിച്ചു. ഏതാണ്ട് 5 കൊല്ലമായി. ഈ 5 കൊല്ലത്തിനകത്ത് വെച്ച് വിരാട് കോഹ്ലി ടെസ്റ്റിൽ അടിച്ചത് ആ കൂടി 2 സെഞ്ചുറിയാണ്. ആ കൂടി അടിച്ച് 2 സെഞ്ചുറിയാണ്. ഇന്ന് അടിച്ചതും കൂടി ആകുമ്പോഴേ 3 സെഞ്ചുറി ആവുള്ളൂ. 2019 മുമ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ വിരാട് കോഹ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോഹ്ലി തന്നെ ആയിരുന്നു, ഒരു വിരാട ലുക്കായിരുന്നു വിരാട് കോഹ്ലിക്ക്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വിരാട ലുക്കൊക്കെ പോയിട്ട് വെറും കോഹ്ലിയായി. ആൾക്കാരെല്ലാരും കൂടി എടുത്തിട്ട് ഊക്കി. ഒരു റൺസും ഒന്നും വരാത്ത രീതിയിൽ വിരാട് കോഹ്ലി എന്ത് ചെയ്തു? ഞാൻ ഒരുപാട് പറഞ്ഞു, കാരണം പറഞ്ഞു പോകും. നമ്മൾ ഈ പറഞ്ഞതുപോലെ പണ്ട് കളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല. പണ്ട് ഞാൻ ആനപ്പുറത്ത് ഞാൻ പാപ്പാനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നീ അതിനൊക്കെ ആനപ്പുറത്ത് കയറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്, മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ കളിച്ചില്ലെങ്കിൽ ഏവനായാലും നമ്മൾ കുറ്റം പറയും. അങ്ങനെ തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയ പോവുകയാണെങ്കിൽ വിരാട് കോഹ്ലി തിളങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നും പറഞ്ഞു. അങ്ങനെ 4-5 വർഷത്തിന് ശേഷം പെർത്തിൽ അടിച്ചത് കൊണ്ട്, മറ്റേ ഈ പറഞ്ഞ 5 കൊല്ലത്തിനകത്ത് 2 സെഞ്ചുറി അടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ വളരെ എനിക്ക് വെസ്റ്റ് ഇൻഡീസിന്റെ കൂടെയും വേറെ ആരോ കൂടെയാണ് അടിച്ചത്. അത്ര വലിയ ടീമോടൊന്നും ആയിരുന്നില്ല. അപ്പോ പെർത്തിൽ പോയി അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. അങ്ങനെ വിരാട് കോഹ്ലി തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കിവിടെ വിരാട് കോഹ്ലിയെ കുറിച്ചൊന്നും അല്ല പറയാനുള്ളത് യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്ന വെറും 22 വയസ്സുള്ള ആ കൊച്ചു ചെറുക്കനെ കുറിച്ചാണ്, ആ ചുണക്കുട്ടനെ കുറിച്ചാണ് പറയുന്നത്. 22, നിങ്ങൾ ആലോചിച്ച്, വെറും 22 വയസ്സാണ്. അവരുടെ ആദ്യത്തെ പിന്നെ ഓസ്ട്രേലിയൻ പരേഡമാണ്, അവരുടെ ആദ്യത്തെ ടെസ്റ്റ് ആണ് അവിടെ, മനസ്സിലായോ? അവിടെയാണ് അടുത്തത്. ഫസ്റ്റ് കളിയിൽ ഈ പറഞ്ഞ 0 ഔട്ട്. എടേ, നീ സഞ്ജു സാംസൺ പഠിക്കുകയാണോ? ജയ്സ്വാൾ സഞ്ജു സാംസൺ പഠിക്കുകയാണോ? എന്താണ് ഡക്കാവുക, അടുത്ത കളി സെഞ്ചുറി അടിക്കുക ആണോ? ഫസ്റ്റ് ഇന്നിങ്സിൽ 0 ഔട്ട് ആവുന്നു. രണ്ടാമത്തെ ഇന്നിങ്സ് ചെറുക്കാൻ അടിച്ച് 161 റൺസ്, ചില്ലറ അടിയാം. 297 ബോൾ നേരിട്ടുണ്ട്, 161 റൺസ്, 3 സിക്സുകളും 15 ഫോറുകളും. സത്യം പറഞ്ഞാൽ അവൻ 200ലേക്ക് പോകാൻ അവന്റെ പ്ലാൻ. ആ ബോള് അവൻ എവിടെ വേണം അടിക്കായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മറ്റവരുടെ കയ്യിലായിപ്പോയി. എന്നാ കൊച്ചു ചെറുക്ക, ആലോചിച്ചോടെ വയസ്സൊന്നും ആയില്ലേ, വെറും 22 വയസ്സായുള്ളൂ. അവിടെ കാലിബർ അത് ഇന്ത്യയിലൊന്നും അടിച്ചില്ല, പുറത്തില് ഓസ്ട്രേലിയ പോയി അടിച്ചത്, മനസ്സിലായോ? ഓസ്ട്രേലിയ പോയാണ് അവൻ ഇത്രയും റൺസ് അടിച്ച് കൂട്ടിയത്. അവൻ എപ്പോഴും ആ കൂടി എനിക്കൊന്ന് 4 സെഞ്ചുറി എന്തേ ഉള്ളൂ. അതില് 2 ഡബിൾ സെഞ്ചുറിയാണ്, മനസ്സിലായി? എപ്പോഴും അവൻ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ എന്ത് ചെയ്യും? ഡബിൾ സെഞ്ചുറിയിലേക്ക് പോകുന്ന ഒരു ഇതുണ്ട്. എല്ലാത്തിലും സെഞ്ചുറി അടിച്ചില്ല, 150 കഴിയുന്നുണ്ട് അല്ലേ? 150 കഴിഞ്ഞാൽ 2 അവൻ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മാതി ഈ പറയുന്ന യശസ്വി ജയ്സ്വാൾ ഒരു അത്ഭുതമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രായമില്ല, അത്രയേ ഉള്ളൂ, ചെറിയ പ്രായമാണ്. ഈ പറഞ്ഞ ഓസ്ട്രേലിയയിലേക്ക് പോയി ഇത്ര ആധികാരികമായി പട്ടി അടിക്കുമ്പോൾ അവരായിട്ട് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അത്, മനസ്സിലായോ? അപ്പം നാളത്തെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും നാളെ ഈ വിരാട് കോഹ്ലിയേക്കാൾ ഒരു പക്ഷേ വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാരല്ലേ, ബാക്കിയൊക്കെ നമ്മൾ ഇവിടുത്തെ ലെജൻസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം റൈറ്റ് ഹാൻഡർ ആയിരുന്നു അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ആകട്ടെ, വിരാട് കോഹ്ലി ആകട്ടെ, അതൊക്കെ റൈറ്റ് ഹാൻഡർ ആയിരുന്നു. പക്ഷെ ലെഫ്റ്റ് ഹാൻഡറിൽ നമ്മുടെ യുവരാജ് ഉണ്ട്, പക്ഷെ ഗാംഗുലിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഈ വരുന്നവൻ, ഈ പറയുന്ന യശസ്വി ജയ്സ്വാള് യുവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വിരാട് കോഹ്ലിയുടെ ഒക്കെ റെക്കോർഡുകൾ തകർക്കാൻ പറ്റിയ ഒരാള് എനിക്ക് തോന്നുന്നു യശസ്വി എന്നാണെന്നോ. ഈ പറയുന്ന ശുഭം ഗിൽ വന്നപ്പോൾ അടുത്ത വിരാട് കോഹ്ലി ശുഭം ഗില്ലാണ് എന്നത്, അടുത്ത പ്രിൻസ്, ഇന്ത്യൻ പ്രിൻസ് അല്ലെങ്കിൽ ലോക പ്രിൻസായി വളരാൻ പോകുന്നത് ശുഭ്മാൻ ഗില്ലാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ശുഭ്മാൻ ഗില്ലല്ല, വരാൻ പോണ യവനാണ്. ആര്? യശസ്വി ജയ്സ്വാള്. അവനാണ് വരാൻ പോണത്, അവനാണ് തകർക്കാൻ പോണത്, അവനാണ് ലോകം കണ്ട് ഞെട്ടാൻ പോണത് അവന്റെ ബാറ്റിംഗ് കണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയി ഫസ്റ്റ് ഇതില്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെ മനസ്സിൽ കൂട്ടിയിരിക്കുന്നു, ഇവിടെ അടിക്കുകയൊക്കെ ചെയ്യും, നോക്കട്ടെ ഓസ്ട്രേലിയ പോകുമ്പോ എങ്ങനെയാ നോക്കട്ടെ. ഇതൊന്നും അല്ലേ, അവൻ ഒരു ആഴ്ച റെഡിയാക്കി കളഞ്ഞു, മനസ്സിലായി? അപ്പൊ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 150 റൺസ് അടിച്ചു, രണ്ടാമത്തെ ഇന്നിങ്സിൽ 487 റൺസ് അടിച്ചു, ഡിക്ലെയർ ചെയ്തു, മനസ്സിലായോ? ബാക്കി ഒരു 6 മണിക്കൂറുണ്ടായിരുന്നു. ഓസ്ട്രേലിയ എന്തായാലും ബാറ്റിംഗ് ഇട്ടു. ഓസ്ട്രേലിയ 3 വിക്കറ്റ് പടപടാന്ന് അടിച്ചു, എറിഞ്ഞള്ളിട്ടു. പിന്നെ ഈ പറഞ്ഞ ബുംറയുടെ ബോളൊന്നും തൊടാൻ പറ്റുന്നില്ല അവന്മാർക്ക്. അപ്പൊ എന്തായാലും ഇന്ത്യ ഈ ടെസ്റ്റ് ജയിക്കും എന്നുള്ള ഒരു 99% നമുക്ക് ഉറപ്പിക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കണം. എല്ലാ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോലെ എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് മിക്കവാറും ഇന്ത്യ ഈ ടെസ്റ്റ് ജയിച്ചിരിക്കും. ബുംറയെ കണ്ടപ്പോൾ തന്നെ അവന്മാർ കാല് വിറച്ചാണ് നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഇനിയും അവന്മാർക്ക് 522 റൺസ് വേണം, മനസ്സിലായോ? പിന്നെ ബാറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ KL രാഹുലിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. KL രാഹുൽ കഴിഞ്ഞ ഇന്നിങ്സ് നല്ല രീതിയിൽ കളിച്ചു, അത് ഔട്ട് അല്ലായിരുന്നു, അവൻ ഔട്ടാക്കി. ഇപ്പോഴും സത്യം പറഞ്ഞാൽ സെഞ്ചുറി നഷ്ടമായി. സെഞ്ചുറി നഷ്ടമായി 77 റൺസ് അടിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അവൻ യശസ്വിയുമായിട്ട് പടുത്തുയർത്തിയ ആ റണ്ണ്
ആ റണ്ണാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ ജയിക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? പിന്നെ ദേവദത്ത് പടിക്കല് വലിയ പ്രശ്നമില്ലാതെ 25 റൺസ് അടിച്ചു. പിന്നെ വന്ന വിരാട് കോഹ്ലി പിന്നെ പിന്നീട് അതായത് ജയ്സ്വാൾ പോയതിനു ശേഷം പടപട വിക്കറ്റുകൾ പോയി. അതിൽ വിരാട് കോഹ്ലി പിടിച്ചു നിന്നു. അവര് പിന്നെ വന്നിട്ട് ആരാണ് ഋഷഭ് പന്ത് ഒന്ന്. ഋഷഭ് പന്ത് ഇത് എവിടെ നീ ഈ പണമൊക്കെ നീ എവിടെ കൊണ്ട് വയ്ക്കൂടെ? 27 കോടി രൂപ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ പൈസ 27 കോടി രൂപ. എന്റെ കർത്താവ്, പൈസക്ക് പോയി പറയുന്ന പേപ്പറിന്റെ പോലും വിലയില്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു. എന്തോടെ ഇതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കൂടെ നീ? അവന് 27 കോടി വേറെ കിട്ടിയല്ലോ. മറ്റേ ഈ പറയുന്ന ഹർഷദീപ് സിംഗിന് എനിക്ക് തോന്നുന്നു 19 കോടി. പിന്നെ വേറെ ആർക്കും കൂടി കിട്ടിയല്ലോ, വേറെ ഒരാളും കൂടി ശ്രേയസ് അയ്യറിന് എനിക്ക് തോന്നുന്നു 26 കോടിയോ 24. ശ്രേയസ് അയ്യർ ആയിരുന്നു എന്ത് ചെയ്തു ടോപ്പ് ആയിരുന്നത്. അത് കഴിഞ്ഞ വട്ടം നമ്മള് പിന്നെ മിച്ചൽ സ്റ്റാർക്കിന് കിട്ടണമെങ്കിൽ ടോപ്പ് പിന്നെ ശ്രേയസ് അയ്യർ ആവുന്നു. ശ്രേയസ് അയ്യറിനെ കടത്തി വെട്ടിക്കൊണ്ട് ഋഷഭ് പന്ത് ആവുന്നു. ഇപ്പോഴത്തെ IPL ഓപ്ഷനിൽ എനിക്ക് മനസ്സിലായി ഋഷഭ് പന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടാൻ പോകണമെന്ന്. പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് 27 കോടി. ഈ ശ്രേയസ് അയ്യറിന് എന്ത് പേക്കിടാണ് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തത്? എനിക്കത് മനസ്സിലായില്ല. ശ്രേയസ് അയ്യറിന്റെ ആ ഒരു പിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ KL രാഹുലിന് എനിക്ക് തോന്നുന്നു 12 കോടിയോ 14 കോടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുള്ളൂ. KL രാഹുൽ പക്ഷെ ഒരു കണക്ക് ഈ ശ്രേയസ് അയ്യറിനെയും കാട്ടി പൈസ കിട്ടാറുണ്ട്. എനിക്ക് KL രാഹുലിനെയാണ് ഈ ശ്രേയസ് അയ്യറിനെയും കാട്ടി ഇഷ്ടം. ക്യാപ്റ്റൻസി ആയിക്കോട്ടെ, അവന്റെ ബാറ്റിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ അവിടെ എനിക്ക് ഡൽഹി ആണെന്ന് എടുത്തത്. ഡൽഹിക്ക് പോയിട്ട് ലക്കായിരുന്നു. ഡൽഹി പറയുന്ന ഇവര് വേണ്ടിയിട്ട് അവസാനം ആരെ വേണ്ടിയിട്ട് പിടിച്ചു? ഡൽഹി എടുത്ത് കളഞ്ഞിട്ട് ഈ ഋഷഭ് പന്തിന് വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചു. അമാര് കൊടുത്ത് 27 കോടിയാണ് ഇനി എടുത്താൽ വേണ്ട കൊണ്ടുപോകാൻ. പക്ഷെ അത് വിട്ടെങ്കിലും അതുപോലത്തെ ഒരു കിടിലം പ്ലേന് 10-14 കോടി രൂപയ്ക്ക് അറിയാം KL രാഹുലിനെ ഡൽഹി പിടിച്ചു കളഞ്ഞു കേട്ടോ. അതിനകത്ത് നമുക്ക് പിന്നെ വീഡിയോ ഇടാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നത് എന്നാലും ഋഷഭ് അങ്ങനെയൊക്കെ കുറെ കൊണ്ടുപോകാനല്ലേ. അപ്പോ പിന്നെ വാഷിംഗ്ടൺ സുന്ദർ വന്ന് 29 റൺസ് അടിച്ചു. ദേവദത്ത് പടിക്കൽ പിന്നെ വന്നവരൊക്കെ പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡി 38 റൺസ് വന്ന ഒരു കുഴപ്പം ബാറ്റിംഗ് ഒക്കെ ചെയ്തു. അതായത് സ്പീഡിൽ അടിച്ചു പൊളിച്ചുകൊണ്ട് 38 റൺസ് അടിച്ചു. അങ്ങനെ ഈ കോഹ്ലിയുടെ വിക്കറ്റ് പോകാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു. വിക്കറ്റ് പോകാൻ കോഹ്ലിയുടെ സെഞ്ചുറി അടിക്കാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ കോഹ്ലിയുടെ 100 അടിച്ചോട് കൂടി ബുംറ അപ്പൊ തന്നെ എന്ത് ചെയ്തു ഡിക്ലെയർ ചെയ്തു. പിന്നെ ഒരു അരമണിക്കൂർ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ഈ അരമണിക്കൂർ കൊണ്ട് 3 വിക്കറ്റുകൾ പട്ടപടപടപടാന്ന് എറിഞ്ഞു തള്ളിയിട്ടു. അവർ നൈറ്റ് ബാറ്റ്സ്മാനായിട്ട് വരുന്നു പോകുന്നു എന്നുള്ളതല്ല. അഭിഷേകിന്റെ കഥ തീർന്ന് ഈ പറയുന്ന ഓസ്ട്രേലിയ തീർന്നതേ. ഈ നമ്മുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനലിൽ കളിക്കണമെങ്കിൽ ഈ പരമ്പര ജയിക്കണമെന്നല്ല. എനിക്ക് ഇങ്ങനെ പോകാനേ പരമ്പര ജയിക്കുന്നത്. കാരണം വിരാട് കോഹ്ലി ഫോമിലാണ്. ഈ പറഞ്ഞ പിന്നെ യശസ്വി ജയ്സ്വാൾ ഒരു വണ്ടർ പിന്നീട് മനുഷ്യൻ എന്ന് പറയും പോലെ ഒരു വണ്ടർ മാൻ എന്ന് പറയുന്ന രീതിയിൽ യശസ്വി കയറി വരുന്നു. KL രാഹുലിന് അവന് കൊടുത്ത പൊസിഷൻ ഓപ്പണിംഗ് എന്ന പൊസിഷൻ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നു. ഋഷഭ് പന്ത് പൊതുവേ നമുക്കറിയാലോ ആ ഭാഗത്ത് അവനെ ആവശ്യം വരുമ്പോൾ കളിച്ചോളും. ഋഷഭ് പന്ത് ഇനിയിപ്പം ഈ പറയുന്ന നമ്മുടെ രോഹിത് ശർമ്മയും കൂടി വരുമ്പോൾ ഈ ദേവദത്ത് പടിക്കലിലോ അവനെ ആരെങ്കിലും ഒക്കെ മാറ്റിയിട്ട് അവരുടെ പൊസിഷനിൽ ഇറങ്ങാൻ കളിക്കുക. അതാണ് എനിക്ക് ഓപ്പണിംഗ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ടിരുന്ന വീണ്ടും എനിക്ക് പറയാനുള്ളൂ. മനസ്സിലാവും. എന്തായാലും ഇന്ത്യ ഈ 4-5 ടെസ്റ്റുകളിലെല്ലാം 4 ജയിച്ചുകൊണ്ട് പരമ്പര തൂത്തുവാരി എന്ത് ചെയ്തു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിക്കാനുള്ള അർഹത നേടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നു. IPL ഓപ്ഷൻ കണ്ട പണം വാരുന്നത് കണ്ട. ജയ് ഹിന്ദ്.